ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നിന്നും കുറച്ച് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടോഫിയാണ്. അപ്പോൾ ഇത് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ടോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് ഓപ്പൺ ആക്കാതെ ഒരു കുക്കറിലേക്ക് വെച്ചിട്ട് ആ ടിന്ന് മുങ്ങുന്ന അത്രയും ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ആക്കിയിട്ട് ആ ടിന്ന് പുറത്തേക്ക് എടുത്തു വെക്കുക. ടിന്നിൻ്റെ ചൂട് മുഴുവനായി മാറിയ ശേഷം മാത്രം ആ ടിന്ന് ഓപ്പൺ ആക്കുക. അപ്പം അങ്ങനെയാണ് ടോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ടോഫി കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ പാലും ടോഫിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പാലിപ്പോൾ ഇവിടെ തിളക്കാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ടോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടോഫി ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് ഇഷ്ടമല്ലെങ്കിൽ വാനില സ്പോഞ്ച് എടുക്കാം. അതും അല്ലെങ്കിൽ ബ്രെഡും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറുള്ള ബിസ്ക്കറ്റും എടുക്കാം. എന്നിട്ട് ഈ പാലിലൊന്ന് മുക്കിയ ശേഷം ഇത് എല്ലാ വശത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ടോഫി ക്രീം എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ എല്ലാ വശത്തേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിതിന് മുകളിൽ കുറച്ച് കേക്കിൻ്റെ ക്രംസും ബിസ്ക്കറ്റിൻ്റെ പൗഡറും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായി തണുപ്പിച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.